എത്രയൊക്കെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയാലും ഞാൻ ടു ബി ഫ്രാങ്ക് ഓപ്പൺ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. എത്രയൊക്കെ ആയാലും ലൈഫിൽ ഫുൾ കാര്യങ്ങളും നമ്മുടെ മിറർ പോലെ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ റിഫ്ലക്റ്റ് ചെയ്യണില്ല. എന്ന് വെച്ചാൽ ഫുൾ കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിലേക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ അത്ര ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല. എൻ്റെ ലൈഫിൽ നടക്കുന്ന എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന അത്യാവശ്യം നല്ല മൊമെൻറ്റ്സ് ഒക്കെയാണ് ഞാൻ നിങ്ങൾക്കിടയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കോണ്ടന്റ് കണ്ടിട്ട് എല്ലാവരും വിചാരിക്കും നമ്മുടെ ലൈഫ് ഇതുപോലെയാണ്. അങ്ങനെയൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം അത്രയും ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത് മാത്രമൊന്നും അല്ല ലൈഫ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കുറേ കുട്ടികളൊക്കെ കണ്ടാവും. അവരുടെ അടുത്താണ് എനിക്ക് പറയുന്നത് ഇതല്ല. ഹലോ. അപ്പോൾ നമ്മൾ കുറേ ആയി ഇങ്ങനെ ഒരു ലോങ് വ്ളോഗ് ഞാൻ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, എനിക്ക് ഇന്നാണ് 1000 സബ്സ്ക്രൈബേഴ്സായി, 1K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ശരിക്കും എനിക്ക് ഇത്ര പെട്ടെന്ന് 1K ആവുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു വീഡിയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി. അപ്പം മുതൽ എനിക്കിങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാത്ത വ്യൂസും അതേപോലെ പ്രതീക്ഷിക്കാത്ത ഫോളോവേഴ്സാണ് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഒക്കെ. ആ ഒറ്റ വീഡിയോ കാരണമാണ് ശരിക്കും എനിക്ക് അതിൻ്റെ ഒരു മെയിൻ ആ വീഡിയോ ആണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഇത്ര ഫോളോവേഴ്സ് കൂടാനും ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ഏതാണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണേതാ. ഇവിടെ ഞാൻ കൊടുക്കുക, ഇതാണ് ആ വീഡിയോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. എൻ്റെ കോൺഫിഡൻസ് ആയാലും അതേപോലെ വീഡിയോൻ്റെ ക്ലാരിറ്റി ആയാലും സൗണ്ട് ആയാലും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പോലും നമ്മൾ വീഡിയോ തുടങ്ങുന്ന പോലെയല്ല. ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരുപാട് മാറ്റം ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ വലിയ മാറ്റങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയും ഒരു വീഡിയോ എടുത്തതിന് പോസ്റ്റ് ചെയ്ത് അടുത്ത വീഡിയോക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയാണ് ബെറ്റർ ആക്കേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മളത് ബെറ്റർ ആക്കി കൊണ്ടേ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെറ്ററാക്കി നമ്മൾ ഇതുവരെ എത്തി. അപ്പോൾ ഇതുവരെ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ വലിയ താങ്ക് യു. ഇന്ന് ശരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് ശരിക്കും വയ്യായിരുന്നു. കാരണം രാവിലെ മുതൽ നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഇന്ന് എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര ടയേർഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഒന്നാമത്തെ കാരണം ഇവിടുത്തെ ചൂട്, അയ്യോ അൺസഹിക്കബിളാണ്. അത്രയും ചൂടാണ് പാലക്കാട്. കുറച്ച് വെയിൽ തട്ടിയെടുക്കാൻ നല്ല തലവേദന വരും. അപ്പോൾ ഇപ്പോഴത്തെ ചൂട്, ഞാൻ ഉച്ചക്കിലാണ് ഓഫീസ് കഴിഞ്ഞ് വന്നത്. അപ്പോൾ അതും കൂടെ ആയപ്പോൾ നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അന്ന് തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സുമായി. ആദ്യം ഇടുന്ന വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഹോപ്പ്, എനിക്ക് 6 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 10 11 ആയത് തന്നെ എനിക്കൊരു വലിയ ഹോപ്പാണ്. അപ്പോൾ ഇതെനിക്കൊരു വലിയ ഹോപ്പായി. കാരണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് പോകും. നമ്മൾ പോലും പ്രതീക്ഷിക്കാണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കയറി അങ്ങനെ വൈറലാവും. അപ്പോൾ ആ വീഡിയോ ഉണ്ടാക്കുന്നത് ചില്ലറ ഫോളോവേഴ്സ് ഒന്നുമല്ല എനിക്ക് കൂടിയത്. എനിക്ക് അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ കൂടി. എന്ന് വെച്ചാൽ എനിക്ക് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ വലിയൊരു മാറ്റമാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടന്റാണോ ഇഷ്ടം, ഞാനിങ്ങനെ കണ്ടന്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യണ പോലെ ഓരോന്നും മാറ്റി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചില നമുക്ക് കാണുന്നവർ എന്നെ പ്രാഗുണ്ടാവും, എന്തൊക്കെയാ ഈ കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ശരിക്കും എക്സ്പെരിമെൻറ്റ് ചെയ്യണം. എങ്ങനത്തെ വീഡിയോ ആണ് ആൾക്കാർക്ക് ഇഷ്ടം, എന്ത് വീഡിയോ ഇട്ടാലാണ് കയറുന്നത്. അതിൽ തന്നെ എനിക്ക് കുറേ എന്താ പറയുക ഷോക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് കൂടുതൽ എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ വെക്കുന്നത് എനിക്ക് അത്ര വ്യൂസ് കിട്ടില്ല. വെറുതെ ഇങ്ങനെ കഴിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന വീഡിയോക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കാത്ത വ്യൂസുകളാണ്. അപ്പോൾ ഞാനിങ്ങനെ ദിവസം എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനത്തെ വീഡിയോ ഇട്ടാലാണ് ഇൻസ്റ്റയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട്. ആൾക്കാർക്കൊന്നും എനിക്ക് പ്രാന്താകും. പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിക്കും ഒരു എക്സ്പെരിമെൻ്റാണ്. കാരണം എങ്ങനത്തെ ആണ് ഓഡിയൻസിന്, എൻ്റെ ഓഡിയൻസിന് എങ്ങനത്തെ എന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഓരോ വീഡിയോസാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ ഓഡിയൻസ് എന്താണ് ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് എന്താണ്, അതാണ് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു 4 മാസമായി. ഒക്ടോബറിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, കറക്റ്റ് 4 മാസം ആവാനേ. ഈ 4 മാസത്തിലാണ് എനിക്ക് 1K ആയത്. അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ ഇട്ട് സക്സസ് ആയവരടുത്തല്ല. വീഡിയോ ഇടാൻ ഇപ്പോഴും ഈ 2026 നിങ്ങൾക്ക് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ളൊരു ഫോൺ ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളവർ ഇനിയും നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഞാനിങ്ങനെ മടിച്ചു നിന്ന ഒരാളാണ്. അപ്പോൾ 2025 ഇങ്ങനെ എനിക്ക് ഓരോ യൂട്യൂബ് ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ പക്ഷേ ഇതൊന്നും നിന്നിട്ടില്ലല്ലോ എന്നാലോചിച്ചിട്ട്. പക്ഷേ 2026 ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഒരു റിസൾട്ടും കിട്ടാണ്ടിരിക്കുന്ന ടൈമിലും ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാനിങ്ങനെ ഒരു സംഭവം തുടങ്ങി വെച്ചല്ലോ, ആ ഒരു ആശ്വാസമെങ്കിലും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നിൽക്കുന്നവരടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളിങ്ങനെ ഓരോ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് കുറവാണെങ്കിൽ കയറിയ ഒരു വീഡിയോ ഇടുക, ഒന്നും നോക്കണ്ട, തിരിച്ച് കട്ടാക്കിയിട്ട് പിന്നെ ആ വഴിക്കേ നോക്കണ്ട. നിങ്ങൾ ഇട്ട വീഡിയോ നിങ്ങൾ തന്നെ വീണ്ടും കാണുമ്പോഴാണ് നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് വീണ്ടും കുറയും. അപ്പോൾ അതിന് നിൽക്കുക വേണ്ട. വീഡിയോ ഇടുക, കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് അപ്പം തന്നെ ബാക്ക് അടിച്ചിട്ട് ഇരിക്കുക. നെക്സ്റ്റ് വീഡിയോ ഇടുക, കാണാനും നിൽക്കണ്ട, കാണുന്നവർ കണ്ടോട്ടെ. നിങ്ങൾ അങ്ങനെ ബാക്ക് അടിച്ചിട്ട് വരിക. ഇഷ്ടപ്പെട്ട ഒരു സംഭവം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഔട്ട്കം നിങ്ങൾ നോക്കുക വേണ്ട. ഇപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അത് താനേ വന്നോളും. നമ്മുടെ ഇൻട്രസ്റ്റും പാഷനും കാരണം കുറേയൊക്കെ നമുക്ക് ഉണ്ടാവും. നമ്മൾ ആ പ്രോസസ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്താൽ മതി, നമുക്ക് കിട്ടും. ഞാനെന്തോ 10 മില്യനോ 5 മില്യനോ ആയപ്പോഴേക്ക് സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും. 0 സബ്സ്ക്രൈബേഴ്സ് എന്നാണല്ലോ ഈ 1K എത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണല്ലോ. ഇന്ന് ഞാൻ അത്ര ആക്റ്റീവ് അല്ല,
അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് എനിക്ക് ബാക്കി പറയാനുള്ള എല്ലാ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അത്രയുള്ള എല്ലാവർക്കും ഒരു വലിയ വലിയ താങ്ക്. കാരണം ഇന്നാണ് എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് താങ്ക് എന്ന് പറയണമെന്ന് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്നിട്ട് അത്ര ആക്റ്റീവ് അല്ല, പക്ഷേ ഞാൻ ഇന്ന് തന്നെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് പറയുന്നത്. അപ്പോൾ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും എൻ്റെ കോണ്ടൻസ് ഒക്കെ ബെറ്റർ ആക്കിയിട്ട് ആക്കാൻ ഞാൻ ഇനിയും ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.